നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് പൊട്ടി. കിലിയൻ എംബാപ്പയ്ക്ക് വീണ്ടും പെനാൽറ്റിയിൽ പിഴച്ചു. ലിവർപൂളിനെതിരെ എന്താണോ സംഭവിച്ചത് അത് തന്നെ സംഭവിച്ചു. ഗോൾ കീപ്പർ ആ പെനാൽറ്റി സേവ് ചെയ്തു. അതുപോലെ ഫെഡെ വാൽവർദേക്ക് മിസ്റ്റേക്ക്. അദ്ദേഹത്തിന് സാധാരണ മിസ്റ്റേക്ക് പറ്റാത്തതാണ്. കൃത്യമായി പറയാം, 279 മത്സരങ്ങൾ റയൽ മാഡ്രിഡായിട്ട് കളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ മിസ്റ്റേക്കാണ് ഗോളിലേക്ക് പോകുന്നത്. അതായത് വാൽവർദേക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് റയൽ മാഡ്രിഡ് ഗോൾ വഴങ്ങുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ റയർ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് വാൽവർദേക്ക് സംഭവിക്കുന്നു. ഒടുവിൽ റയൽ 2-1 തോൽക്കുന്നു അത്ലറ്റിക് ക്ലബ് ബിൽബാവോയോട്. ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള വാതിലായിരുന്നു റയലിന് ഈ മത്സരങ്ങളൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഈ മത്സരത്തിൽ അലക്സ് ബെളങ്ക്യൂറാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ആദ്യ ഗോൾ നേടിയത്. അവർ ലീഡ് എടുത്തത് അങ്ങനെയാണ്. പക്ഷേ പിന്നെ ബെല്ലിംഗാം ഗോളൊക്കെ മടക്കി അടിച്ചിരുന്നു. എന്നാൽ ഗുഡ്സെറ്റ വീണ്ടും അത്ലറ്റിക് ബിൽബാവോയ്ക്ക് ഗോൾ നേടിക്കൊടുത്തുകൊണ്ട് വിജയം ഉറപ്പാക്കുകയായിരുന്നു. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പയും റോഡ്രിഗോയും ജൂഡ് ബെല്ലിംഗാമും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. മത്സരത്തിൻ്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 53-ാമത്തെ മിനിറ്റിലാണ് അലക്സ് ബെളങ്ക്യൂറിലൂടെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ലീഡ് എടുക്കുന്നത്. എന്നാൽ പിന്നീട് മത്സരം പുരോഗമിക്കവേ റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കുന്നു. പെനാൽറ്റി എടുത്തത് കിലിയൻ എംബാപ്പെ. 68-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ആ പെനാൽറ്റി പക്ഷേ ഗോൾ കീപ്പർ തടഞ്ഞിടുകയായിരുന്നു. റയലിന് അത് വലിയ തിരിച്ചടിയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ തൊട്ടു പിന്നാലെ കാണുന്നത്. 78-ാമത്തെ മിനിറ്റിൽ ബെല്ലിംഗാം ഗോള് മടക്കിയടിച്ചെങ്കിലും അധികം വൈകാതെ 80-ാമത്തെ മിനിറ്റിൽ തന്നെ ആ ഒരു മിസ്റ്റേക്ക് ഫെഡെ വാൽവർദേക്ക് പറ്റുന്നു. ഗുഡ്സെറ്റയിലൂടെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഒരു ഗോൾ കൂടി നേടി 2-1 അവർ വിജയിച്ചുകയായിരുന്നു. റയലിനത് വലിയ തിരിച്ചടിയാണ്. അവരുടെ കൈകളിൽ തന്നെയായിരുന്നു അവരുടെ ഭാവി. അവർക്ക് ഒന്നാം സ്ഥാനമൊക്കെ പിടിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാഴ്സയുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം 4-ൽ തന്നെ നിൽക്കുകയാണ്. 15 കളികളിൽ നിന്ന് 33 പോയിന്റുമായിട്ട് റയൽ മാഡ്രിഡ്, 16 കളികളിൽ നിന്ന് 37 പോയിന്റുമായിട്ട് FC ബാഴ്സലോണ. ഒരു കളി കുറച്ചാണ് കളിച്ചത്, പക്ഷേ അത് വിജയിച്ചാൽ പോലും സ്റ്റിൽ ബാഴ്സയ്ക്ക് പുറകിലായി പോകും റയൽ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.